നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. സിനിമയിൽ എത്തിയില്ലെങ്കിലും നിരവധി ആരാധകരുള്ള താരപുത്രിയാണ് മീനാക്ഷി ദിലീപ്. സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെ വൈകിയാണ് മീനാക്ഷി സജീവമാകുന്നത്. എന്നിരുന്നാലും ഇടയ്ക്കിടെ മാത്രമാണ് തന്റെ ചിത്രങ്ങളോ വിശേഷങ്ങളോ എല്ലാം തന്നെ പങ്കുവയ്ക്കുന്നത്. അത് വളരെ പെട്ടെന്ന് തന്നെ വൈറലായി മാറാറുമുണ്ട്. റീലുകളും ഡാൻസ് വീഡിയോകളും എല്ലാം താരം നിരന്തരം പങ്കുവയ്ക്കാറുണ്ട്. മീനാക്ഷി ഏതൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്താലും അത് പെട്ടെന്ന് തന്നെ വൈറലാകും. മഞ്ജുവുമായുള്ള ബന്ധം അവസാനിപ്പിച്ച് ദിലീപ് കാവ്യ മാധവനെ വിവാഹം കഴിച്ചപ്പോഴും മീനാക്ഷി സകല പിന്തുണയുമായി അച്ഛനൊപ്പം ചേർന്ന് നിന്നു. ദിലീപിനെ പോലെ തന്നെ കാവ്യയും മീനാക്ഷിയും സ്നേഹത്തോടെ തന്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചതാണ് പിന്നീട് കണ്ടത്. പൊതുവേദികളിലെല്ലാം മിക്കപ്പോഴും മീനാക്ഷി കാവ്യയ്ക്കൊപ്പം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പിറന്നാൾ ദിനങ്ങളിൽ പരസ്പരം സ്നേഹം പങ്കിട്ടും ആശംസകൾ അറിയിച്ചുമുള്ള ചിത്രങ്ങൾ ഇരുവരും സോഷ്യൽ മീഡിയയിൽ പങ്കിടാറുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും തങ്ങളുടെ ബന്ധത്തെക്കുറിച്ചോ അടുപ്പത്തെക്കുറിച്ചോ മീനാക്ഷിയോ കാവ്യയോ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. ദിലീപിനും കാവ്യയ്ക്കും മഹാലക്ഷ്മിക്കുമൊപ്പം എപ്പോഴും പ്രത്യക്ഷപ്പെടാറുള്ള മീനാക്ഷിയെ കഴിഞ്ഞ ദിവസം കുടുംബത്തോടൊപ്പം കണ്ടിരുന്നില്ല. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് കുറ്റവിമുക്തനായി വീട്ടിലെത്തിയപ്പോഴും സ്നേഹം പങ്കിടാൻ മകൾ ഉണ്ടായിരുന്നില്ല. ഇതോടെ മീനാക്ഷി എവിടെയെന്ന ചോദ്യങ്ങൾ ആരാധകർ ഉയർത്തിയിരുന്നു. തൊട്ടടുത്ത ദിവസം മീനാക്ഷി പുതിയൊരു സോഷ്യൽ മീഡിയ പോസ്റ്റുമായി എത്തി. കാവ്യയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലായാണ് മീനാക്ഷി പ്രത്യക്ഷപ്പെട്ടത്. ബേൺഡ് ഓറഞ്ച് നിറത്തിലുള്ള സാരിയിൽ അതീവ സുന്ദരിയായിരുന്നു മീനാക്ഷി. നിരവധി പേരാണ് ഫോട്ടോയ്ക്ക് കമന്റുമായി എത്തിയത്. ഈ സാരിക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. മീനാക്ഷിക്കായി കാവ്യയുടെ ലക്ഷ്യ എക്സ്ക്ലൂസീവായി തയ്യാറാക്കിയതാണിത്. ലക്ഷ്യയുടെ വെബ്സൈറ്റിൽ ഇക്കാര്യം പറയുന്നുണ്ട്. ആളുകൾക്ക് ഈ സാരി വെബ്സൈറ്റിൽ കയറി ഓർഡർ ചെയ്യാനും സാധിക്കും. ഇതേ ബേൺഡ് ഓറഞ്ച് കളറിലുള്ള ലക്ഷ്യയുടെ ഒരു ചുരിദാർ മുൻപ് കാവ്യ മാധവനും അണിഞ്ഞിട്ടുണ്ട്. ആ ഫോട്ടോയും മീനാക്ഷി സാരിയിലുള്ള ഫോട്ടോയും ലക്ഷ്യയുടെ ഇൻസ്റ്റാ സ്റ്റോറിയിൽ പങ്കുവച്ചിട്ടുണ്ട്. നിറഞ്ഞ ചിരിയോടെയുള്ള മീനാക്ഷിയുടെ ചിത്രത്തിന് നെഗറ്റീവും പോസിറ്റീവുമായ പല കമന്റുകൾ വന്നു. അതിൽ ശ്രദ്ധേയമായ കാര്യം മീനാക്ഷിയുടെ പല ഫോട്ടോകൾക്കും ലൈക്ക് അടിച്ചിട്ടുള്ള മഞ്ജു വാര്യർ ഈ ഫോട്ടോയ്ക്ക് ലൈക്ക് നൽകിയിട്ടില്ല എന്നതാണ്. ദിലീപിനോ മറ്റുള്ളവർക്കും ഒപ്പമോ ഉള്ള ചിത്രങ്ങൾക്കെല്ലാം ഇതിനു മുൻപ് മഞ്ജു ലൈക്ക് നൽകിയിട്ടുണ്ട്. സ്വർഗം നൊന്തു പ്രസവിച്ച അമ്മയുടെ കാൽപാദങ്ങളിലാണെന്നാണ് ചിത്രത്തിന് ലഭിച്ചിരിക്കുന്ന ഒരു കമന്റ്. ഈ പോസ്റ്റിന് അടിയിൽ വന്നു #അവൾക്കൊപ്പം അതിജീവിതയ്ക്കൊപ്പം കർമ്മ എന്ന് പറഞ്ഞ് പല കമന്റുകൾ കണ്ടു. ഇതൊന്നും ഇവിടെ ഇടേണ്ട എന്ത് ആവശ്യം? ഈ കൊച്ച് ഒരു പോസ്റ്റ് ഇട്ടു, അത് കൊള്ളാമെങ്കിൽ കൊള്ളാം എന്ന് പറയുക, ഇല്ലെങ്കിൽ മോശമാണെന്ന് പറയുക, അല്ലാതെ മറ്റുള്ള വിഷയങ്ങളിൽ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് ഈ കൊച്ചിനെ ഒന്നും ചെയ്യാൻ ഇല്ല. ഇനി ഓരോന്നും പറഞ്ഞ് കൊച്ചിന്റെ മൈൻഡ് മാറ്റുക എന്ന ഉദ്ദേശമാണെങ്കിൽ അതും വേണ്ട. കാരണം അവൾ അറിവായ കുട്ടിയാണ്. തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവുള്ള കുട്ടി. അവൾക്കറിയാം എന്തു ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്നാണ് മറ്റൊരു കമന്റ്. വിവാഹമോചിതരായ ശേഷം ദിലീപോ മഞ്ജുവോ പരസ്യമായി ചെളി വാരി എറിയുന്നത് കണ്ടിട്ടില്ല. എന്നാൽ കോടതി വിധിക്ക് ശേഷം ദിലീപ് ആദ്യം കടന്നാക്രമിച്ചത് മഞ്ജുവിനെയായിരുന്നു. നടിയെ ആക്രമിച്ചതിനു പിന്നിൽ ഗൂഢാലോചന മഞ്ജു പറഞ്ഞതിന് ശേഷമാണ് കേസ് തനിക്കെതിരെ തിരിഞ്ഞത് എന്നാണ് ദിലീപ് പറഞ്ഞത്. തനിക്കെതിരെ നടത്തിയ ഗൂഢാലോചന കണ്ടെത്താൻ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണെന്നുമാണ് ദിലീപ് പറഞ്ഞിരുന്നത്. MBBS പൂർത്തിയാക്കിയ ഡോക്ടറായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഹൌസ് സർജൻസി ചെയ്യുകയാണ് മീനാക്ഷി ഇപ്പോൾ. കാവ്യമാധവന്റെ ബ്രാൻഡായ ലക്ഷ്യയ്ക്ക് വേണ്ടി മോഡലിംഗും മീനാക്ഷി ചെയ്യാറുണ്ട്. ഇരുവരും ഒരുമിച്ചുള്ള ഫോട്ടോകളും ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. മീനാക്ഷിയുടെ കോൺവോക്കേഷൻ പരിപാടിക്ക് അമ്മയുടെ സ്ഥാനത്ത് കാവ്യ മാധവനായിരുന്നു. സോഷ്യൽ മീഡിയയിൽ നൃത്ത വീഡിയോകളും മോഡലിംഗ് ഫോട്ടോകളും ഒക്കെയായി സജീവമാണ് മീനാക്ഷി. ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ മഞ്ജു വാര്യർ മകളോ ഫോളോ ചെയ്തതും മീനാക്ഷി തിരിച്ച് ഫോളോ ചെയ്യുന്നതുമൊക്കെ വാർത്തയായിരുന്നു. എന്നാൽ ഇപ്പോൾ ഫോളോവേഴ്സ് ലിസ്റ്റിൽ നിന്നും മഞ്ജു വാര്യരെ മീനാക്ഷി നീക്കം ചെയ്തിട്ടുള്ളതായി കാണാം. അതേസമയം മീനാക്ഷിയെ മഞ്ജു ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നടിയെ ആക്രമിച്ച കേസിൽ കോടതി വെറുതെ വിട്ട ദിലീപിനെ കാവ്യ മാധവനും കുടുംബാംഗങ്ങളും കെട്ടിപ്പിടിച്ച് സ്വീകരിക്കുന്ന വീഡിയോകൾ വൈറലായിരുന്നു. വീട്ടിലേക്ക് എത്തിയ ദിലീപിനെ ആദ്യം ചെന്ന് കെട്ടിപ്പിടിച്ചത് ഇളയ മകൾ മഹാലക്ഷ്മിയായിരുന്നു. ദിലീപിന്റെ സഹോദരി അടക്കമുള്ളവരെയും ദൃശ്യങ്ങളിൽ കാണാം. എന്നാൽ മീനാക്ഷി അക്കൂട്ടത്തിൽ ഇല്ലായിരുന്നു. മീനാക്ഷി എവിടെയെന്ന് സോഷ്യൽ മീഡിയയിൽ ദിലീപ് ആരാധകർ ചോദിക്കുകയും ചെയ്തു. കേസിന്റെ വിധി വന്നതിന്റെ തൊട്ടടുത്ത ദിവസമാണ് മീനാക്ഷി ഇൻസ്റ്റഗ്രാമിൽ പുതിയ പോസ്റ്റ് പങ്കുവച്ചത്. അതേസമയം മീനാക്ഷിയുടെ ഫോട്ടോയ്ക്ക് താഴെ മഞ്ജുവിന്റെ ആരാധകർ വിമർശനമുയർത്തുന്നുണ്ട്. അമ്മയെ ഉപേക്ഷിച്ച മകളെന്നാണ് ചിലരുടെ വിമർശനം. സാധാരണ നിലയിൽ മീനാക്ഷിയുടെ മിക്ക ചിത്രങ്ങൾക്കും അമ്മ മഞ്ജു വാര്യർ ലൈക്ക് അടിക്കാറുണ്ട്. എന്നാൽ ഇത്തവണത്തെ ചിത്രത്തോട് മഞ്ജു വാര്യർ പ്രതികരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യം ആരാധകർ ചർച്ചയാക്കുന്നുണ്ട്. മാതാപിതാക്കൾ വേർപിരിഞ്ഞപ്പോൾ പിതാവിനൊപ്പം പോകാനാണ് മീനാക്ഷി തീരുമാനിച്ചത്. എന്തുകൊണ്ട് മീനാക്ഷി അത്തരമൊരു തീരുമാനമെടുത്തു എന്ന ചോദ്യം പലരും ഉയർത്തി. മകളുടെ ആ തീരുമാനത്തിൽ അമ്മ മഞ്ജു വാര്യരും അന്ന് ധാരാളം പഴികേട്ടു. എന്തുകൊണ്ട് മകൾ കൂടെ വന്നില്ല എന്നതിന് പിന്നീട് മഞ്ജു തന്നെ വ്യക്തത വരുത്തിയിരുന്നു. മീനാക്ഷിക്ക് അച്ഛനെ എത്രത്തോളം ഇഷ്ടമാണെന്ന് തനിക്ക് അറിയാമെന്നും അതിനാൽ മകളുടെ തീരുമാനത്തെ മാനിക്കുകയാണ് ചെയ്തത് എന്നുമാണ് മഞ്ജു വ്യക്തമാക്കിയത്.
വിവാഹമോചനത്തിന് കാരണം ദിലീപ് കാവ്യമാധവനുമായി ഉണ്ടായിരുന്ന അവിഹിത ബന്ധമാണെന്ന് പരക്കെ സംസാരമുണ്ടായതാണ്. വേർപിരിഞ്ഞ ശേഷം പിരിഞ്ഞതിന് കാരണമുണ്ടെന്ന് മഞ്ജുവിന് തുടരെ ചോദ്യങ്ങൾ വന്നു. എന്നാൽ ഒരിക്കൽ പോലും കാരണം വ്യക്തമാക്കാൻ മഞ്ജു തയ്യാറായില്ല. തന്റെയും ദിലീപിന്റെയും സ്വകാര്യത മാനിച്ച് പ്രതികരിക്കുന്നില്ല എന്നാണ് മഞ്ജു പറഞ്ഞത്. എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസ് പുറത്തു വന്നതോടെ കാര്യങ്ങൾ മാറി. വിവാഹബന്ധം വേർപിരിഞ്ഞതിന് കാരണം എന്തെന്ന് മഞ്ജു അന്വേഷണ സംഘത്തിന് മുന്നിൽ പറഞ്ഞു. കോടതിയിൽ മൊഴി നൽകി. കേസിലെ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ ഈ മൊഴി അനിവാര്യമായിരുന്നു. എന്നാൽ കുറ്റം തെളിഞ്ഞില്ല. മാധ്യമങ്ങളിൽ മഞ്ജുവിന് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് തുറന്നു പറയാൻ മഞ്ജുവിന് പല അവസരങ്ങളുണ്ടായിരുന്നു. വിടുതലൈ പാർട്ട് 2 എന്ന സിനിമയുടെ സമയത്ത് തമിഴ് അഭിമുഖത്തിൽ 15 വർഷം സിനിമാ രംഗത്ത് മാറി നിന്നതിനെക്കുറിച്ച് ചോദ്യം വന്നു. 15 വർഷം ഞാൻ വീട്ടിലിരുന്നു, ഒന്നും ചെയ്തില്ല. താൻ സന്തോഷവതിയായിരുന്നു എന്നാണ് മഞ്ജു പറഞ്ഞത്. എന്നാൽ ദിലീപ് പല അഭിമുഖങ്ങളിലും മഞ്ജു വാര്യർക്കെതിരെ പരോക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചു. മകൾ മീനാക്ഷിയോട് കാവ്യമാധവനെ വിവാഹം ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ മതിയായില്ലേ എന്നാണ് മകൾ ആദ്യം തിരിച്ചു ചോദിച്ചത് എന്നാണ് ഒരിക്കൽ ദിലീപ് പറഞ്ഞത്. അതേസമയം വിവാഹബന്ധത്തിൽ അകൽച്ച വന്ന സമയത്താണ് മഞ്ജുവിനെ ഡാൻസ് വേദികളിൽ കണ്ടത്. വർഷങ്ങൾക്ക് ശേഷം മഞ്ജു കലാരംഗത്തേക്ക് മടങ്ങിയത് അന്ന് വലിയ ചർച്ചയായി. ആ കാലഘട്ടത്തിൽ മഞ്ജുവും ദിലീപും തമ്മിലുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തിരുന്നു, ചെലവിന് പൈസ ഇല്ലായിരുന്നു, ഡാൻസ് ചെയ്യാൻ സാധനങ്ങൾ വാങ്ങാനും കൂടെയുള്ള കലാകാരന്മാർക്കും പൈസ ഇല്ലായിരുന്നു. ഇവർക്ക് 5 വർഷങ്ങൾക്ക് ശേഷം ഡാൻസ് ചെയ്യുന്നതിൽ ദിലീപിന് എതിർപ്പുണ്ടായിരുന്നു. തന്നെ വിളിച്ച് എതിർപ്പ് അറിയിച്ചതാണ്. എന്നാൽ ഡാൻസ് ചെയ്തേ പറ്റൂ, എന്റെ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഫ്രീസ് ചെയ്തിരിക്കുകയാണെന്ന് മഞ്ജു വാര്യർ തന്നോട് പറഞ്ഞിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി അന്ന് വെളിപ്പെടുത്തി. ഒന്നും പറയാതെ ഡാൻസിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറയുന്നുണ്ട്. അവർ പറഞ്ഞിട്ടാണ് പോയത്. ഗുരുവായൂരിൽ ഡാൻസ് കളിക്കാൻ ദിലീപിനോട് അനുവാദം ചോദിച്ചതാണ് മഞ്ജു പോയത്. ഡാൻസ് കളിക്കാൻ പോകുന്നതിന് മുൻപ് ദിലീപേട്ട എന്നെ അനുഗ്രഹിക്കണം, ഞാനിതാ സ്റ്റേജിൽ കയറുകയാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ മോശമായ ഭാഷ തിരിച്ചു പറഞ്ഞത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും മഞ്ജു പുറത്തു പറയുന്നില്ല എന്ന് വെച്ച് എന്തും പറയാമെന്ന് ദിലീപും അനുകൂലികളും പറഞ്ഞിരുന്നു. പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ആ സ്ത്രീയെക്കുറിച്ച് പല പുരുഷന്മാരുമായും ചേർത്തും പറഞ്ഞിട്ടും അവർ ഒരിടത്തു പോലും എന്തായിരുന്നു അവർ തമ്മിൽ അകലാനുണ്ടായ കാരണമെന്ന് പബ്ലിക്കായി പറഞ്ഞിട്ടില്ല. നമ്മുടെ സൗഹൃദ സംഭാഷണത്തിനിടയിൽ ചില കാര്യങ്ങൾ പറയുമെന്നല്ലാതെ ആരോടും സംസാരിക്കാറില്ല. മീനൂട്ടിയെക്കുറിച്ച് എന്നോട് സംസാരിച്ചതാണ്. ഇപ്പോഴും ഞാൻ റെഡിയായിരിക്കുകയാണ്. അവൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞതാണ്. ഒരുപാട് പേർ കണ്ടു പഠിക്കേണ്ട വ്യക്തിത്വമാണ് മഞ്ജുവിൻ്റെത്. പക്ഷെ ഒരുപാട് മൗനമായിരിക്കുമ്പോൾ ഇതുപോലെ പലരും പലതും പറയും. പക്ഷേ എന്ന് വെച്ച് സമൂഹത്തിനനുസരിച്ച് മാറേണ്ട എന്ന് ചിന്തിക്കുന്ന കുട്ടിയാണ്. ദിലീപിന്റെ വീട്ടിൽ ദിലീപിനെ ആശ്രയിച്ച് കഴിയുന്നവരാണുള്ളത്. എല്ലാവരും ഒരുമിച്ചുള്ള കൂട്ടുകുടുംബം എന്ന രീതിയിലാണ് അദ്ദേഹം ജീവിക്കുന്നത്. അവിടെ ഞാനാണ് ഈ വീടിന്റെ കാരണവർ എന്ന രീതിയിൽ ജോലി ചെയ്ത് ഇദ്ദേഹമാണ് എല്ലാവരെയും പോറ്റുന്ന ആൾ. അവിടെ നിന്നും ഡാൻസ് എന്ന് പറഞ്ഞ് മഞ്ജു പോകുമ്പോൾ അവൾ അടുത്തൊരു പടി വീണ്ടും മുന്നോട്ട് വെക്കുകയാണോ എന്ന ഭയം അയാളുടെ ഉള്ളിൽ വരും. ഞാൻ അങ്ങനെ വേണമെങ്കിൽ ആകും, എനിക്ക് പല ബന്ധങ്ങളും ഉണ്ടാകും, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. പക്ഷെ നീ വെറും ഒരു ഭാര്യയാണ്, നീ ഇവിടെ ഇരുന്നാൽ മതി, നേരത്തിന് എല്ലാം കൊണ്ട് തന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുന്ന ആളാണ് അദ്ദേഹം. 14 വർഷം അവൾ സഹിച്ചിരുന്നു. ഈ ഒരു ബന്ധം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് മഞ്ജു ഇപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നിരിക്കാമെന്നാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് ആ കുട്ടി പുറത്തു വന്നത്. അല്ലെങ്കിൽ അവൾ ആ വീടിനകത്ത് ഭാര്യയായി ജീവിച്ചു പോകുമായിരുന്നുവെന്നും ഭാഗ്യലക്ഷ്മി അന്ന് പറഞ്ഞു. റിപ്പോർട്ടർ TV ചാനൽ ചർച്ചയിൽ മുൻപൊരിക്കൽ സംസാരിക്കവെയായിരുന്നു ഭാഗ്യലക്ഷ്മിയുടെ പരാമർശം. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.